അവരെ പഠിപ്പിക്കാനില്ല. യേശു കർത്താവിന് ആ പെസഹ ദിനത്തിൽ അവരോട് പറയാൻ, അവരോട് ആവശ്യപ്പെടാൻ ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ: നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുകയും. ഈ 2025 ഏപ്രിൽ മാസത്തിൽ ഈ വാക്ക് ഈ പെസഹ ദിനത്തിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാ പറയുന്നത്? പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന, സകല തിന്മയും സകല അനീതിയും സകല മ്ലേച്ഛതയും കുത്തഴിഞ്ഞാടുന്ന, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത, സഹോദരങ്ങളെ തിരിച്ചറിയാത്ത, കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട് ഒരു സമൂഹം തകർന്നുകൊണ്ടിരിക്കുന്ന, എന്ത് ക്രൂരതകളെയും കുലപാതകങ്ങളെ പോലും ഒരു വിനോദമായി കാണുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത, ഒരു മനുഷ്യനെ പോലും ട്രസ്റ്റ് ചെയ്യാൻ കഴിയാത്ത കാലഘട്ടത്തിൽ, കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുവാൻ കഴിയാത്ത കാലഘട്ടത്തിൽ, പെൺകുഞ്ഞുങ്ങളെ മാത്രമല്ല നിന്റെ ആൺകുഞ്ഞുങ്ങളും സുരക്ഷിതരല്ല എന്ന് വിളിച്ചു പറയുന്ന കാലഘട്ടത്തിൽ പരീക്ഷകൻ അവന്റെ അവസാനം തിരിച്ചറിഞ്ഞ്, പരീക്ഷകനായ സാത്താൻ അവനെ അല്പകാലമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അവന്റെ സകല പ്രോജക്റ്റുകളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ തിന്മ നിറഞ്ഞ വല്ലാത്ത കാലഘട്ടത്തിൽ, ഈ പെസഹ ദിനത്തിൽ വിശ്വാസികളോട്, എന്നെ കേൾക്കുന്നവരോട്, യുവതലമുറയോട് ദൈവത്തിന് പറയാനുള്ളത്: നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്ന് പ്രാർത്ഥിക്കുകയും. പരീക്ഷകൻ, സംഹാരകൻ ആരെ തകർക്കണമെന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ, പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ അലറി ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ, അപവാദികളും ക്രൂരന്മാരും ഒരു ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ആത്മീയത പോലും അനാത്മീയതകളായി തീരുമ്പോൾ, എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ട എന്നറിയാൻ മേലാതെ നിൽക്കുമ്പോൾ, ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിച്ചുകൂടാ എന്ന് പകച്ചു നിൽക്കുമ്പോൾ, ഇതിനെല്ലാം ഒറ്റ സൊല്യൂഷൻ, ഇതിനെല്ലാം ഒറ്റ പരിഹാരം: പരീക്ഷകളിൽ അകപ്പെടാതെ, പരാജയപ്പെടാതെ നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ അറിയിക്കുകയാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്ന് പ്രാർത്ഥിക്കുകയും. ചേർന്ന് ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ആ പ്രാർത്ഥനയിൽ 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് 42, 43, 44 വാക്യങ്ങളിൽ പറയുന്ന ഒരു വാക്കുണ്ട്: പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എന്താ പെസഹ ദിനത്തിൽ ഓർക്കേണ്ടത്? പെസഹ ദിനത്തിൽ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം, വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെ പുറപ്പാടിന്റെ ഒരു രാത്രിയാണ് പെസഹ. പഴയ നിയമ കാലഘട്ടത്തിൽ, മോശയുടെ കാലത്ത്, ആ പെസഹ ദിനത്തിലാണ് ഇസ്രായേൽ ജനം വാഗ്ദത്തത്തിലേക്ക് ചുവടുവെച്ചതും അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നതും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ പെസഹ ദിനത്തിലാണ് മാനവകുലത്തിന്റെ മുഴുവൻ വിമോചനത്തിനായി, ലോകത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവപുത്രൻ തന്റെ പ്രാണനെ നൽകി മാനവകുലത്തെ വിടുവിക്കുവാനായി ചുവടുവെച്ചതാണ്. എന്നാൽ ആ ഗെത്സമനയിൽ യേശു പ്രാർത്ഥിക്കുകയാണ്: നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. ഞാൻ കാണുന്നു ആ പെസഹ രാത്രിയിൽ ഒരു സബ്മിഷൻ. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? കൈയൊക്കെ എല്ലാവരും പൊക്കുന്നേ. അതിന് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ടാക്സ് ഒന്നും അടയ്ക്കണ്ട.
ജീവിതത്തിന്റെ വെല്ലുവിളികളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്റെ മനസ്സും മനസ്സാക്ഷിയും ചിന്തയും ജഡവും ഈഗോയും എന്റെ പ്രൈഡുമാണോ വർക്ക് ചെയ്യുന്നത്, അതോ എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, എന്റെ ഹൃദയത്തിൽ, എന്റെ പ്രാണനിൽ, എന്റെ ആത്മാവിനാണോ ഞാൻ ഇടം കൊടുക്കുന്നത് എന്നൊന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ.